ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറേ ആയിട്ടോ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട്. ഇത് അമ്മ അവിടെ ഉണ്ടായ സമയത്ത് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് അത് ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. ഇടാൻ പറ്റിയതല്ല, ഞാനത് എന്താ പറയുക, എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു അത് പോയി ഞാൻ ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ അത് പോയി എന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഗാലറിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ടതാട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അത് എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മ വന്ന സമയത്ത് അമ്മേനെ ഗുരുവായൂർ അമ്പലം കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് ഞാൻ എന്താ ബിൽഡിങ്ങിൽ നിന്ന് താഴെ ഇറങ്ങിയ സമയത്ത് അമ്മ എന്നോട് ചോദിക്കുക കേട്ടോ, നീ ഏത് ചെരുപ്പാണ് ഇട്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്ന ചെരുപ്പ് ഇട്ടിട്ടാട്ടോ ഞാൻ ഇറങ്ങിയത്. പിന്നെ എനിക്കിനി മേലെ കയറി പോയിട്ട് ചെരുപ്പൊക്കെ മാറ്റി വരാൻ മടിയായിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്പലത്തിനകത്ത് ചെരുപ്പൊന്നും ഇടില്ലല്ലോ, കാറിൽ ഊരിയിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടി എന്നെ കളിയാക്കിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ. അത് നല്ല രസമാണ്. മായാവതി പാർക്കിൻ്റെ മുന്നിലൂടെയാണ് ഈ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമല്ലേ, ഡൽഹിയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. മായാവതി പാർക്കിൻ്റെ അവിടെയൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടോ. അമ്പലത്തിലെത്തിയ സമയത്ത് അമ്പലത്തിൽ അന്ന് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മേനോട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുപ്പിച്ചു, പിന്നെ വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ അമ്മ ആദ്യമായിട്ട് വരികയല്ലേ, അപ്പോൾ നമ്മളെ ഗുരുവായൂർ അമ്പലം പോലെ ഉണ്ട് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നൊക്കെ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ വന്നു കേട്ടോ. അപ്പോൾ അന്ന് തന്നെ എനിക്കൊരു വേറൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ആ പരിപാടിക്കൊക്കെ പോയി വന്നപ്പം അവിടുത്തെ ഒരു ഇതിൽ ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. ആ കാണിച്ചത് ഞാൻ ആ ബോട്ടിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പുറത്തൊക്കെ പോയി കേട്ടോ. പുറത്തൊക്കെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പിറ്റേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷാബന്ധൻ്റെ ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മേനെ മാർക്കറ്റൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര രക്ഷാബന്ധൻ്റെ ദിവസം ഭയങ്കര ആഘോഷമൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും മൈലാഞ്ചി ഇടുന്നുണ്ട്. ഒരു സൈഡിൽ സ്വീറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല നല്ല വെറൈറ്റി സ്വീറ്റ്സുകൾ കാര്യങ്ങളൊക്കെ അതൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതായിരുന്നു. അങ്ങനെ അവിടെ അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഏട്ടന് ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം ഞാൻ അത് വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാൻ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പോൾ ലൈവ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാം. അപ്പോൾ ചേട്ടനൊക്കെ പോയി വാങ്ങിച്ചു. അപ്പോഴേക്കും ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ രക്ഷാബന്ധന് വേണ്ട സാധനങ്ങളും രാഖിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി കേട്ടോ. അതാ കണ്ടോ, എന്തൊക്കെയോ വെറൈറ്റി, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെ പേരാണെന്നുള്ളത്. അങ്ങനെ മാർക്കറ്റ് ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രക്ഷാബന്ധനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് പോന്നു കേട്ടോ അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മോൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു മോൻ്റെ അമ്മമ്മേനെ കാണാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവർ വന്ന വീഡിയോയും കൂടി ഞാൻ ഇതിലിടുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് പോയി വന്നപ്പോഴത്തേക്ക് ക്ഷീണമായി കേട്ടോ. അങ്ങനെ അവർ വന്ന് അവരൊക്കെ ആയിട്ട് ചായയൊക്കെ കൊടുത്ത് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അത്